بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിന്റെ തനതായ ആദർശം പഠിച്ചു മനസ്സിലാക്കി മുറുകെ പിടിക്കുന്ന സച്ചരിതരായ മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയ പ്രമുഖ കക്ഷികളിൽ ഏറ്റവും അപകടം പിടിച്ച കക്ഷികളിൽ ഒന്നാണ് അഹ്ലു ശിഅത്ത് അഥവാ ഷിയാക്കൾ. ആരാണ് ഷിയാക്കൾ എന്നത് സംക്ഷിപ്തമായി പൊതുവായ വിവരങ്ങളാണ് നാം നേരത്തെ മനസ്സിലാക്കിയത്. പ്രധാനമായി 3 പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അശ്ശിയ. ഷിയ എന്ന് അവർക്ക് പേര് കിട്ടാനുള്ള കാരണം അബുൽ ഹസൻ അൽ അശ്ശരി അദ്ദേഹം പറയുന്നു, ഹുമുല്ലദീന ശായഉ അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചായ്വ് കാണിച്ചവരായതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. മാത്രവുമല്ല വയുഖദ്ദിമൂനഹു അലാ സായിരി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹുവിനാണ് സ്വഹാബികളിൽ മറ്റു സ്വഹാബികളെക്കാൾ അവർ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും അവർ തഖദീം ചെയ്യുന്നത്, മുൻഗണന കൊടുക്കുന്നത് അലി റളിയല്ലാഹു അൻഹു. അതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദക്കെതിരാണ്. 4ാമത്തെ സ്ഥാനമാണ് ആർക്കുള്ളത്? അലി റളിയല്ലാഹു അൻഹുവിനുള്ളത്. അത് 1ാം സ്ഥാനം കൊടുക്കുന്ന കക്ഷികളായതുകൊണ്ട് അലിയുടെ കക്ഷി എന്ന അർത്ഥത്തിൽ ഷിയഅത്തു അലിയിൻ, അതാണ് പിന്നീട് ലോപിച്ച് ഷിയഅത്ത് എന്ന് മാത്രമായി മാറിയത്. ഷിയ, നമ്മൾ ഷിയാക്കൾ എന്ന് പറയും, ശരിക്കും ഷിയഅത്താണ്. 2ാമത് ഒരു അഭിപ്രായം ആ വിഷയത്തിൽ വിശദീകരണം വന്നിട്ടുള്ളത് ഇബ്നു ഹസ്മ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ഹുമുല്ലദീന യഖൂലൂൻ ബിഅന്ന അലിയൻ അഫ്ളലുൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ അഫ്ളലായ വ്യക്തി അലിയാണ് എന്ന് വാദിക്കുന്നവരാണ് ഷിയകൾ. മാത്രവുമല്ല വ അഹല്ലഹും ബിൽ ഇമാമ വ വലദിഹി മിൻ ബഅദിഹി, അദ്ദേഹമാണ് ഇമാമത്തിന് അർഹൻ. മുസ്ലിം ഉമ്മത്തിനെ ഭരിക്കാൻ മുഹമ്മദ് നബിക്ക് ശേഷം അർഹതയുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ല, ആദ്യത്തെ 3 ഖലീഫമാർക്കുമല്ല. പിന്നെ ആർക്കാണ് ഇമാമത്തിന്റെ അർഹത? അത് അലി റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രപരമ്പരയിൽ ഉള്ളവർക്ക് മാത്രമാണ്. അദ്ദേഹത്തിന്റെ മകൻ, മകന്റെ മകൻ, ഇവർ മാത്രമേ ലോകം ഭരിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസം. അപ്പൊ തൗഹീദിന്റെ അടിസ്ഥാനം ഇമാമുകൾ ലോകം ഭരിക്കണം എന്നുള്ളതാണ്. എന്ന ഇമാമത്ത് അതിനെ തൗഹീദിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത ബിദ്അത്തുമായിട്ടാണ് ഷിയകൾ അവരുടെ പിഴച്ച വിശ്വാസം കൊണ്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. അൽ മിലൽ വൻഹലിൽ ഇമാം ഷഹറസ്താനി ഇതിനെ വിശദീകരിച്ചു പറയുന്നത്, അഷിയ, ആരാണ് ഷിയാക്കൾ? ഹുമുല്ലദീന ശായഉ അലിയൻ അലൽ ഖുസൂസ്, അലി റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചായ്വ് കാണിച്ച് അദ്ദേഹത്തിന്റെ കക്ഷികളായി തീർന്നവരാണ്.
വഖാലു ബി ഇമാമതിഹി വഖിലാഫതിഹി നസ്വൻ വവസിയ്യതൻ. പ്രമാണങ്ങൾ അനുസരിച്ചാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് അനുസരിച്ചാണെങ്കിലും നബിക്ക് ശേഷം ഇമാമാകേണ്ടത് അലിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായത് തെറ്റാണ്. അത് അഹ്ലുസുന്ന ചെയ്ത വലിയ പാതകമാണ് എന്നാണ് അവർ പറയുന്നത്. ഇമ്മാ ജലിയൻ ഔ ഖഫിയൻ, വ്യക്തമായും വ്യംഗ്യമായും അലിയാണ് ഖലീഫയാകേണ്ടത്, ഇമാമാകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ഖുർആനിലുണ്ട്. ഖുർആനിലെ ആ ആയത്തുകളൊക്കെ സ്വഹാബികൾ മറച്ചുവെച്ചു. നഊദു ബില്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, യഥാർത്ഥ ഖുർആനിൽ 17,000 ആയത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന പച്ചക്കാഫറുകളാണ് ഇസ്നാശരി ഷിയകൾ, ഖുമൈനിയും ഖാംനഈയും അടക്കമുള്ള ഇറാനിലെ ഇസ്നാശരി. ഇറാനിലെ ഔദ്യോഗിക മതം ഇസ്ലാമാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഇറാനിലെ ഭരണത്തെക്കുറിച്ച് 100% ഇസ്ലാമിക ഭരണമെന്നാണ് മൗദൂദി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കളവാണ്. അവരുടെ ഭരണഘടനയിൽ പോലും എഴുതി വച്ചിരിക്കുന്നത് ഇസ്നാശരി മദ്ഹബാണ് ഇറാൻ റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക മതം എന്നാണ്. അത് ഇസ്ലാമല്ല. അത് യഹൂദിയായി ഇബ്നു സബ ഉണ്ടാക്കിയ ആദർശമാണ്. ഇസ്നാശരികളുടെ ദീനാണ് ഇറാനിന്റെ ദീൻ. അത് ഇസ്ലാമല്ല. അത് പച്ച കുഫറാണ്. ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വേണ്ടി വേല ചെയ്യുന്ന ആളുകളാണ് ഷിയകൾ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് ഇവിടെ ഇമാം ഷഹ്റസ്ഥാനി എഴുതിയത്. വഅ്തഖദു അന്നൽ ഇമാമത ലാ തഖ്റുജു മിൻ ഔലാദിഹി, ഒരിക്കലും ലോകഭരണം ഇമാമത്ത് അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. വൈൻ ഖറജത് ഫബിദുൽമിൻ യകൂനു മിൻ ഗൈരിഹി ഔ തഖിയത്തിൻ മിൻ ഇൻദിഹി, അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രപരമ്പരയിൽപ്പെട്ടവരല്ലാതെ ഇസ്ലാമിക ലോകം ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ളുൽമാണ്, അനീതിയാണ്, അല്ലെങ്കിൽ സത്യത്തെ മറച്ചുവെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ്. ഇനി മറ്റ് ഏതെങ്കിലും അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ, ഷീഇകളല്ലാത്തവർ, അലിയുടെ പരമ്പരയിൽപ്പെട്ടവരല്ലാത്തവർ ലോകം ഭരിക്കുകയും എന്നിട്ട് അലിയുടെ പിൻഗാമികൾ അവരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തഖിയത്തിന്റെ ഭാഗമാണ്. തഖിയത്ത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും. സത്യം മറച്ചുവെക്കാൻ, അതായത് ഷിയകളല്ലാത്ത എല്ലാവരുടെ മുന്നിലും നമുക്ക് കളവ് പറയൽ ഇബാദത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വർഗമാണ് ഈ ഷിയകൾ. ഇൻഷാ അല്ലാഹ് അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണിപ്പറയും. ചുരുക്കി പറഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാനെയും അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് രണ്ടാമതൊരു പേരുണ്ട്, അർ-റാഫിള. ഖലീഫമാരെ തള്ളി, റഫള എന്ന തള്ളി. അഹ്ലുസുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് റാഫിള എന്നാണ്. അവർ സ്വയം അവർക്ക് സ്വീകരിച്ചിരിക്കുന്ന പേര് ഷിയഅത്തു അലിയിൻ, ഷിയ എന്നാണ്. അഹ്ലുസുന്ന സലഫികളൊക്കെ അവരെ വിളിക്കുന്നത് റാഫിളത്ത് എന്നാണ്. എന്തുകൊണ്ടാണ് ഇസ്നാശരികളെ റാഫിള എന്ന് വിളിക്കുന്നത്? ആദ്യത്തെ 3 ഖലീഫമാരും കാഫറുകളും മുർത്തദ്ദുകളുമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അവരെ ബൈഅത്ത് ചെയ്തവരും അംഗീകരിക്കുന്നവരും കാഫറുകളും മുർത്തദ്ദുമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ നബിയുടെ സ്വഹാബത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരടക്കം നഊദു ബില്ലാഹ് ഈ പിഴച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് റാഫിള എന്നവർ അറിയപ്പെടുന്നത്. റാഫിള എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നവർ. ആരെയാണ് തള്ളിയത്? ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ഖലീഫമാരെ മുഴുവൻ അവർ തള്ളി. 3 ഖലീഫമാരെയും അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം വന്ന ഖലീഫമാരെയും അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് റാഫിള എന്ന പേര് കിട്ടിയത്. എന്നാൽ അവർക്ക് പ്രശസ്തമല്ലാത്ത മറ്റൊരു പേര് കൂടിയുണ്ട്, അത് ഹശബിയ എന്നാണ്. അവർ പറയുന്നത് ലോകത്ത് നമുക്ക് ആയുധമെടുത്ത് ജിഹാദ് ചെയ്യാൻ അനുവാദമില്ല. ആയുധമെടുക്കണമെങ്കിൽ ഇമാമ് വേണം. ആയുധമെടുക്കണമെങ്കിൽ, ശത്രുക്കൾക്കെതിരെ ആയുധമെടുക്കണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ആ ഇമാമുമായി കരാറിലുള്ള ആരെങ്കിലും വേണം. ഖുമൈനിയെക്കുറിച്ചും ഖാംനഈയെക്കുറിച്ചുമൊക്കെ അവർ വിശ്വസിക്കുന്നത് അവർക്ക് 12ാമത്തെ ഇമാമുമായി ആത്മീയമായ കരാറുണ്ട്, നേരിട്ടുള്ള ബന്ധമുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ തരീഖത്തുകാർ പറയുന്ന കള്ളക്കറാമത്തിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? ആ കഥകളൊക്കെ ഷീകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവർ പറയുന്നത് ഇനിയും ലോകത്ത് ജനിച്ചിട്ടില്ലാത്തൊരു വ്യക്തി 1000 ചില്ലാനം വയസ്സായ ആൾക്കുണ്ടെന്ന് അവർ 1100 ചില്ലാനം വയസ്സായിട്ടുണ്ട്. കാരണം അലിയുടെ 12ാമത്തെ പുത്രനാണ്, പൗത്രനാണ്, മകന്റെ മകന്റെ മകൻ. അങ്ങനെ 12ാമത്തെ മകൻ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന് പറയുന്ന ഒരാൾ ഒരു സിർദാബിൽ ഭൂമിയുടെ അടിവാരത്തിൽ എവിടെയോ ഒളിഞ്ഞു താമസിക്കുകയാണ്. അദ്ദേഹം വരണമെങ്കിൽ ഭൂമിയുടെ പകുതി ഭാഗത്ത് ഇരുട്ടാകണമെന്ന് പറഞ്ഞാൽ അക്രമം അതിര് കവിയണം. അപ്പോഴാണ് അയാൾ വരിക. അയാളെയാണ് അവർ മഹ്ദി എന്ന് വിളിക്കുന്നത്, മഹ്ദി മുൻതളർ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഹസൻ എന്നാണ്. എന്നാൽ യഥാർത്ഥ മഹ്ദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിലൂടെ, മുത്തവാത്തിറായ ഹദീസുകളിലൂടെ ലോകാവസാനത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മഹ്ദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയിട്ടുണ്ട്. മറ്റൊരിക്കൽ നമുക്കത് വിശദമായി മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാണ്.
അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ പിതാവിന്റെ പേരായിരിക്കും, അദ്ദേഹത്തിന്റെ ഗോത്രം എന്റെ ഗോത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ മഹ്ദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അവസാന കാലത്ത് ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരും എന്നാണ്. ഈസാ അലൈഹി ഇസ്ലാം ഈ ദുനിയാവിലേക്ക് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ഈസാ നബി ഇറങ്ങി വരിക. ഇവിടെ ഇറങ്ങി വന്ന് ഏതാനും വർഷങ്ങൾ ഇവിടെ ജീവിച്ച് അദ്ദേഹം മരണമടയും. അദ്ദേഹം ഇവിടെ നീതി സ്ഥാപിക്കും, കുരിശുകൾ തകർത്ത് കളയും, പന്നികളെ കൊന്നുകളയും. അങ്ങനെ യഹൂദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈസാ നബി ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം ആ ഇറങ്ങി വരികയും പോരാട്ടം നടത്തുകയും ചെയ്യുന്ന കാലത്ത് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയാണ് മഹ്ദി. അത് യഥാർത്ഥ മഹ്ദിയാണ്. ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഒരു വ്യാജ മഹ്ദിയെക്കുറിച്ചാണ്. ആ മഹ്ദിയാണ് അവർ അൽ മഹ്ദി മുൻതദർ, കാത്തിരിക്കുന്ന മഹ്ദി എന്ന് പറയുന്നത്. ആ മഹ്ദി വരുന്നതുവരെ ഇങ്ങനെ പ്രത്യേകമായി ആ മഹ്ദിയുമായി നേരിട്ട് ബന്ധം പുലർത്താൻ കഴിയുന്ന ആളുകൾക്കല്ലാതെ ഒരിക്കലും ആയുധമെടുത്ത് പോരാടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പോരാട്ടം നടത്തേണ്ടി വന്നാൽ ആയുധമെടുക്കാതിരിക്കുക, നിങ്ങൾ മരക്കഷ്ണമെടുത്ത് ഹശബെടുത്ത് പോരാടിക്കോളൂ എന്നാണ് അവർ പറയുക. ഇന്നാലാ നുഖാതിലു ബിസൈഫിൻ ഇല്ലാ മാ ഇമാമിൻ മഅ്സൂം, തെറ്റുപറ്റാത്ത ഇമാമിനൊപ്പമല്ലാതെ വാളെടുത്ത് ഞങ്ങൾ യുദ്ധം ചെയ്യില്ല. ഫഖാതിലു ബിൽ ഹശബ്, അതുകൊണ്ട് നിങ്ങൾ മരക്കൊള്ളി കൊണ്ട് യുദ്ധം ചെയ്യുക. ഹശബ് എന്ന് പറഞ്ഞാൽ മരക്കൊള്ളി. അതുകൊണ്ട് ഇമാമില്ലാത്ത കാലത്ത് മരക്കൊള്ളികൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ അപൂർവമായി ഹശബികൾ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ യഥാർത്ഥം പ്രസിദ്ധമായ പേര് ഷിയകളും അഹ്ലുസുന്നയും ഒക്കെ ഒരുപോലെ അവരെ വിളിക്കുന്ന പേര് ഷിയ എന്ന് തന്നെയാണ്. ഒന്നാമതായി അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ് അവരുടെ അഖീദയുടെ ആധാരമായി അവർ ഉയർത്തിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അഹ്ലു ബൈത്തിനോട് സ്നേഹമുണ്ടോ അത് പരിശോധിക്കേണ്ടതാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഉന്നതരായ ആളുകൾ ഷിയാക്കളായി അറിയപ്പെട്ടു പോന്നവരെ അതാത് കാലഘട്ടങ്ങളിൽ അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടുണ്ട്. ആദ്യമായി ഷിയാക്കളെ ആക്ഷേപിച്ചത് അലി റളിയല്ലാഹു അൻഹു. അതായത് ഷീയിസമുണ്ടാക്കിയ ഇബ്നു സബൈനെ അദ്ദേഹം തീയിലെടുത്ത് എറിഞ്ഞുകൊന്നു. തീയിലേക്ക് എറിയാൻ നേരത്ത് തീ കൊണ്ട് ശിക്ഷിക്കുന്നത് അള്ളാഹുവാണ് എന്നും അതുകൊണ്ട് താങ്കൾ ഇലാഹാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ തീയിൽ മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, ശിക്ഷ ഏറ്റുവാങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. ചില ചരിത്രങ്ങളിൽ അദ്ദേഹത്തിന് മാപ്പ് ചോദിച്ചപ്പോൾ മാപ്പ് കൊടുക്കുകയും നാട് കടത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട എല്ലാവരും ഷിയാക്കളെയും അവരുടെ നേതാക്കളെയും സ്ഥാപകനെയും തള്ളിപ്പറഞ്ഞ ചരിത്രമേ ഉള്ളൂ. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ് എന്ന്. യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തിനോട് സ്നേഹമുള്ളത് അഹ്ലു സുന്നക്കാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മകളെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. പരസ്പര ബന്ധങ്ങൾ അലിയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും മക്കളെയും ബന്ധുക്കളെയുമാണ് എന്ന് കാണാൻ സാധിക്കും. അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആര്? അലിയും ആദ്യത്തെ 3 ഖലീഫമാരും. അലി റളിയല്ലാഹു അൻഹു എല്ലാ ഖലീഫമാരുടെയും മന്ത്രിയായും ഉപദേശകനായും ഗവർണറായും ഒക്കെ വ്യക്തമായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഷിയാക്കളാകട്ടെ അലി റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ട മനുഷ്യരെന്ന് അലി റളിയല്ലാഹു അൻഹു വിശ്വസിച്ച ആ 3 ഖലീഫമാരുടെ കാര്യത്തിൽ അവർ കാഫിറും മുർത്തദുമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവർ അഹ്ലുസുന്നയോട് ബന്ധവിച്ഛേദനം നടത്തുകയും അതേപോലെ തന്നെ സ്വന്തം ആളുകളോട് മാത്രം ബന്ധം ചേർക്കുകയും വലാഹ് ചേർക്കുകയും ചെയ്യുന്ന പിഴച്ച കക്ഷികളാണ് ഷിയാക്കൾ എന്ന് കാണാൻ സാധിക്കും. അവർ ആരോടൊക്കെയാണ് ബന്ധം വിച്ഛേദിച്ചത്? ഒന്നാമതായി അവർ സ്വഹാബികളോട് ബന്ധം വിച്ഛേദിച്ചു. കാരണം സ്വഹാബികൾ കാഫിറാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമതായി ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ തുടങ്ങിയ നബി പത്നിമാരോട് അവർ ബന്ധം വിച്ഛേദിച്ചു. മുഴുവൻ സ്വഹാബികളോടും, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ 3 സ്വഹാബികൾ ഒഴികെ, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികൾ ഒഴികെ അലി കുടുംബമല്ലാത്ത മറ്റെല്ലാ സ്വഹാബികളോടും ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ചവരാണ് ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന്റെ കൊടിയ ശത്രുക്കളാണ് എന്ന് കാണാൻ സാധിക്കും. ഷിയാക്കളിലെ വലിയ അല്ലാമമാരാകട്ടെ, അവരുടെ ഖാംനയിമാരാകട്ടെ, ഹുമൈനിമാരാകട്ടെ, ആത്മീയ നേതാക്കൾ റൂഹുള്ള, ആയത്തുള്ള എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ആയത്തു ശൈത്താനാണ്. പക്ഷെ അള്ളാഹുലേക്ക് ചേർത്താണ് അവർ പറയാറുള്ളത്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ പരമോന്നത നേതാക്കന്മാരാകട്ടെ, അവരുടെ പണ്ഡിതന്മാരാകട്ടെ, അവരിലെ പാമരന്മാരാകട്ടെ, ചെറിയവരാകട്ടെ, വലിയവരാകട്ടെ, സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, എല്ലാവരും അഹ്ലുസുന്നയോട് അങ്ങേയറ്റത്തെ വെറുപ്പ് കാണിക്കണമെന്നത് അവരുടെ ധമനികളിലും സിരകളിലും കുത്തിവെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അവർ പറയുന്നത് ഈ അഹ്ലുസുന്നയുടെ ആളുകളുണ്ടല്ലോ, സലഫുകളുണ്ടല്ലോ, സ്വഹാബികളുണ്ടല്ലോ, താബിഈങ്ങളുണ്ടല്ലോ, അവരൊക്കെ അലി കുടുംബത്തിന്റെ രക്തം ചിന്തിയവരാണ്, അവരുടെ പവിത്രത ലംഘിച്ചവരാണ് എന്നൊക്കെ വിശ്വസിക്കുന്നു.
അഹ്ലുസുന്നയെ അവർ വിളിക്കാറുള്ളത്, അന്നും ഇന്നും അവർ വിളിക്കാറുള്ളത് അന്നവാസിബ് എന്നാണ്. നവാസിബ് എന്നാൽ ശത്രുക്കൾ എന്നാണ് അർത്ഥം. സുന്നികളെ ഷിയാക്കൾ വിളിക്കുന്ന എന്താണ്? ശത്രുക്കൾ. ഇവിടെ കുറെ ആളുകൾ, പ്രത്യേകിച്ചും മതരാഷ്ട്രവാദികൾ, ഇഖ്വാനികൾ, ഹമാസിന്റെ ആളുകൾ, ഇവരൊക്കെ സുന്നികളെയും അതേപോലെ തന്നെ ഷിയകളെയും യോജിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഞങ്ങളുടെ മുഖ്യ ശത്രുക്കൾ സുന്നികളാണ് എന്ന് പറയുന്നവരെ എങ്ങനെയാണ് യോജിപ്പിക്കുക? രാവിനെയും പകലിനെയും യോജിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം. രണ്ടാമതായി അൽ ഖൗം. അൽ ഖൗം എന്ന് പറഞ്ഞാൽ പൊതുജനം, വിവരമില്ലാത്ത ജനം എന്നാണ് അവർ സുന്നികളെ വിളിക്കാറുള്ളത്. ഒരു വിവരവുമില്ല, അവർക്ക് ഇമാമാരാണെന്നറിയില്ല, അവർ സ്വർഗത്തിലേക്ക് എത്തുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു യാ ഖൗമാണ് അഹ്ലുസുന്ന എന്നവർ പറയുന്നു. അൽ ആമ്മ, ആമ്മ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെ. അഹ്ലുസുന്നയെ അവർ വിളിക്കുന്നത് അൽ ആമ്മ എന്നോ അൽ ഖൗം എന്നോ അന്നവാസിബ് എന്നോ ആണ് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അവരുടെ ഇമാമുകളിൽപ്പെട്ട ഷെയ്ഖ് സദൂഖ്, അതായത് മുഹമ്മദ് ബിൻ അലി അൽ ഖുമ്മി എന്നറിയപ്പെടുന്നു. അദ്ദേഹം അലി ബിൻ അസ്ബാത്തിൽ നിന്ന് അബുൽ ഹസൻ ബിനും സാലിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ റിള അലൈഹിസ്സലാമിനോട് ചോദിച്ചു. റിള അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അവരുടെ 6ാമത്തെ ഇമാമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പറയുന്നത്? യഹദുസുൽ അംറു ലാ അജിദു ബുദ്ദ ബി മഅരിഫതിഹി വലൈസ ഫിൽ ബലദി അല്ലദി അന ഫീഹി മൻ അസ്തഫീഹി മിൻ മവാലിക്. എനിക്ക് ഒരു ദീനിലെ ഒരു പ്രശ്നം വന്നു, ഒരു ഫത്വ ചോദിക്കണം. ഞാനൊരു ആ നാട്ടിലാണെങ്കിലോ അഹ്ലു ശിയയുടെ വിവരങ്ങൾ അറിയാവുന്ന ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയില്ല. എന്റെ മുന്നിൽ ഒരു പ്രശ്നം ഉത്ഭവിച്ചു. അപ്പോൾ ഞാൻ ആരോട് ഫത്വ ചോദിക്കും? ഈതി ഫഖീഹൽ ബലദി, നീ ആ നാട്ടിലുള്ള പണ്ഡിതന്റെ അരികിൽ. അവിടെ ഷിയഈ പണ്ഡിതനില്ല, സുന്നി പണ്ഡിതൻ മാത്രമേ ഉള്ളൂ, അഹ്ലുസുന്നയുടെ പണ്ഡിതൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര വിഷയത്തിൽ തർക്കം വന്നാൽ ആ അഹ്ലുസുന്നയുടെ പണ്ഡിതനോട് തന്നെ നീ ഫത്വ ചോദിക്കണം. ഫസ്തഫ്തിഹി ഫി അംരിക, നീ അഭിമുഖീകരിച്ച പ്രശ്നത്തിൽ അയാളോട് ഫത്വ ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി, എന്താ ചെയ്യേണ്ടത്? ദീനിന്റെ നിയമം എന്താ? ഫൈദാ അഫ്താക ബിശൈഇൻ, അപ്പോൾ അഹ്ലുസുന്നയുടെ ആ പണ്ഡിതൻ നിനക്കൊരു ഫത്വ നൽകിയാൽ ഫഖുദ് ബിഖിലാഫിഹി, അയാൾ പറഞ്ഞതിന് എതിരെ നീ പ്രവർത്തിക്കണം. കണ്ടോ? അതായത് ഷീഈ പണ്ഡിതനെ നിനക്കൊരു നാട്ടിൽ കാണാനില്ല. ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ വേറൊരു നാട്ടിലാ ഉള്ളത്, അവിടെ സുന്നികളുടെ നാടാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സലഫികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ആരോട് ഫത്വ ചോദിച്ചു മനസ്സിലാക്കും? നീ അവരോട് തന്നെ ചോദിച്ചാൽ മതി. പക്ഷേ അവരെന്താണോ ഫത്വ നൽകുന്നത് അതിന് ഘടകവിരുദ്ധമായതേ നീ പ്രവർത്തിക്കാവൂ. ഇതാണ് ഷിയാക്കളുടെ ദീൻ, അഹ്ലുസുന്നയ്ക്ക് എതിര്. അല്ലാതെ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദീനല്ല. ഫഖുദ് ബിഖിലാഫിഹി, അതിനെതിരെ നീ സ്വീകരിക്കണം. ഫൈനൽ ഹഖ ഫീഹി, അഹ്ലുസുന്ന സ്വീകരിക്കുന്ന നിലപാടിൽ എതിരാണ് സത്യമുള്ളത്. അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ സക്കാത്ത്, അവരുടെ ഹജ്ജ്, ഇതൊക്കെ അഹ്ലുസുന്നയുടേതിൽ നിന്ന് ഒരുപാട് വൈരുദ്ധ്യമുള്ളതാണ്. സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളും വിശദീകരിക്കാം. ഇനി അവരുടെ ഇമാമായി അറിയപ്പെടുന്ന ഇമാം സാദിഖ്, 2 ഹദീസുകൾ നമ്മൾ കണ്ടു. ഒരാൾ ചോദിക്കുകയാണ്, 2 ഹദീസ് ഇമാമുകൾ തന്നെ. ഇതൊന്നും ഇമാം സാദിഖ്, ജാഫർ സാദിഖ് പറഞ്ഞതല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ പേരിലേക്ക് കളവായി ചേർക്കപ്പെട്ടതാണ്. ജാഫർ സാദിഖ് അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമാണ്, അദ്ദേഹം അലിയുടെ പ്രപൗത്രനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് വ്യാജ റിപ്പോർട്ടുകൾ എഴുതി ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട അവരുടെ പ്രമുഖ ഗ്രന്ഥമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചത് അൽ കാഫി, ഹുജ്ജത്തുൽ കാഫി, ഉസൂലുൽ കാഫി, റൗദത്തുൽ കാഫി, ഫുറൂഉൽ കാഫി എന്നൊക്കെ ഞാൻ വിശദീകരിച്ചു. അവരുടെ ബുഖാരിയും മുസ്ലിമും അതാണ്, അതനുസരിച്ചാണ് അവർ അമലുകൾ ചെയ്യുക. അതിൽ ഇമാം സാദിഖിലേക്ക് ചേർക്കപ്പെടുന്ന ഒരുപാട്, ജാഫർ സാദിഖിലേക്ക് ചേർക്കപ്പെടുന്ന ഒരുപാട് കള്ളരിവായത്തുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം, എന്റെ കയ്യിൽ വ്യത്യസ്തമായ 2 ഹദീസ് കിട്ടി. ഇപ്പൊ ഉദാഹരണം പറയാം, പിന്നെ പള്ളിയിൽ പോകണം എന്നൊരു ഹദീസ്, പള്ളിയിൽ പോകണ്ടെന്നൊരു ഹദീസ്, പെണ്ണുങ്ങളെ സംബന്ധിച്ച്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ ഞാൻ ഏതെടുക്കണം? ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഏതെങ്കിലും 2 റിപ്പോർട്ടുകൾ നിന്റെ കയ്യിൽ കിട്ടിയാൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ആരിദൂഹുമാ അലാ അഖ്ബാരിൽ ആമ്മ, നീ അഹ്ലുസുന്നയുടെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഹദീസുകളുമായിട്ട് തട്ടിച്ചു നോക്കണം. ഫമാ വാഫഖ അഖ്ബാറുഹും ഫദറു, അഹ്ലുസുന്നയിൽ ഇതിലേതാണ് അവർ സ്വീകരിക്കുന്നത് അത് നീ ഒഴിവാക്കണം. വമാ ഖാലഫ അഖ്ബാറുഹും ഫഖുദു, അഹ്ലുസുന്ന ഇതിലേതിനോടാണോ എതിര് നിൽക്കുന്നത് അത് നീ സ്വീകരിക്കണം. അപ്പൊ അഹ്ലുസുന്നയോട് എതിരായി നിൽക്കുക എന്ന യഹൂദന്റെ അജണ്ടയാണ് ഷിയാക്കളിലൂടെ നടപ്പാക്കപ്പെടുന്നത് കാണാം. ഇത് വസായിലു ഷിയ എന്ന കൃതിയിൽ അൽ ഹുറുൽ ആമിലി എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ്. ഇനി ഇതേ ജാഫർ സാദിഖിലേക്ക് ചേർത്തുകൊണ്ട് അവർ കള്ളം പറയുന്നു. ഇദാ വറദ അലൈക്കും ഹദീസാനി മുഖ്തലിഫാനി, 2 വ്യത്യസ്തമായ ഹദീസുകൾ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ഫഖുദൂ ബിമാ ഖാലഫൽ ഖൗം, അഹ്ലുസുന്ന സ്വീകരിച്ചതിന് എതിരായത് സ്വീകരിക്കണം. വീണ്ടും പറയുന്നു, മാ അൻതും വല്ലാഹി അലാ ശൈഇൻ മിമ്മാ ഹും ഫീ
വലാഹും അലാ ശൈഇൻ മിമ്മാ അൻതും ഫീ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരിൽ എന്താണോ ഉള്ളത് ഫഖാലിഫുഹും, അതിനെതിരായി നിങ്ങൾ നിൽക്കണം. ഫമാഹും മിനൽ ഹനീഫിയ്യത്തി അലാ ശൈ, തീർച്ചയായിട്ടും എന്താണ് അവർക്കെതിരായിട്ടുള്ളതാണ് യഥാർത്ഥ മാർഗം, അത് നിങ്ങൾ അവലംബിക്കണം. അവരുടെ മാർഗത്തിൽ നിങ്ങൾ ധാരാളം റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലുണ്ട്. അഹ്ലുസുന്നയുടേതിന് എതിര് സ്വീകരിക്കണം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇദാ വറദ അലൈക്കും ഖബറാനി മുതആരിളാനി, വൈരുദ്ധ്യമുള്ള രണ്ട് ഹദീസുകൾ നിങ്ങളുടെ അരികിൽ വന്നാൽ ഫൻളുറു ഇലാ മാ യുഖാലിഫു മിൻഹുൽ ആമ്മ, അഹ്ലുസുന്ന എതിര് നിൽക്കുന്ന ഹദീസ് നിങ്ങൾ നോക്കിയിട്ട് ഫഖുദു, അതെടുക്കണം. വൻളുറു ബിമാ യുവാഫിഖു അഖ്ബാറുഹും, അവർ യോജിപ്പ് കാണിക്കുന്ന ഹദീസ് നോക്കിയിട്ട് ഫദഉ, നിങ്ങൾ തള്ളിക്കളയണം. അഹ്ലുസുന്ന ഇഷ്ടപ്പെടുന്നത് എടുക്കാൻ പാടില്ല. അപ്പൊ അഹ്ലുസുന്ന എന്ത് വിശ്വസിക്കുന്നോ അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് അഹ്ലുസുന്ന വിശ്വസിച്ചാൽ അല്ല, അലിയെയും ഹസൻ ഹുസൈനെയും ഫാത്തിമ ബീവിയെയും ശൈഖുമാരെയും വിളിച്ചു പ്രാർത്ഥിക്കണം എന്നവർ പറയും. ഇങ്ങനെ അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായും വിശ്വാസം സ്വീകരിക്കുക എന്നത് ഒരു യോഗ്യതയായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇനി ഷിയായിസത്തെ കുറിച്ച് പറയാനുള്ള ആധാരം എന്താണ് എന്നറിയാമോ? ലോകത്ത് വിഗ്രഹാരാധന നടപ്പിൽ വന്ന ചരിത്രം നമ്മൾ പഠിക്കണം. ലോകത്ത് വിഗ്രഹാരാധന നടപ്പിൽ വന്നത് മഹത്തുക്കളുടെ കാര്യത്തിൽ അതിരുവിട്ടതാണ് എന്നത് ഇജ്മാഉള്ള വിഷയമാണ്. ആദ്യമായി ആരാധിക്കപ്പെടുന്ന വിഗ്രഹം ഏതാണെന്നറിയാമോ? ഒരു സൃഷ്ടി ആദ്യമായി ആരാധിക്കപ്പെട്ടത് നൂഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ട ജനതയിലെ വദ്ദാണ്. അതിനുശേഷം മറ്റൊരു നാട്ടിൽ സുവാൾ, യഗൂസ്, യഊഖ്, നസർ, ലോകത്തെ ഏറ്റവും ആദ്യമായി ആരാധിക്കപ്പെട്ട ബഹുദൈവങ്ങളാണ്. അവരെ സംബന്ധിച്ച് നമുക്ക് കാണാം, അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അസ്മാഉ റിജാലിൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിലെ സ്വാലിഹുകളായ ആളുകളുടെ പേരാണ് എന്ത്? ഈ വദ്, സുവാൾ. ഒരു വ്യക്തിയാണ്, ഒരു മഹാനാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്ത് ശിർക്കില്ല, സൃഷ്ടിപൂജയില്ല. ആദം നബിയോ മക്കളോ അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചിട്ടില്ല. മക്കളുടെ മക്കളോ 10 തലമുറകളിൽ വിഗ്രഹാരാധന ഉണ്ടായിട്ടില്ല, സൃഷ്ടിപൂജ ഉണ്ടായിട്ടില്ല. 10 തലമുറകൾ കഴിഞ്ഞ് ഈ വദ്ദും സുവാവും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വദ് എന്ന മഹാൻ മരണപ്പെട്ടു. വദ് മരണമടയുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തി അദ്ദേഹമാണ്. ഏറ്റവും വലിയ പണ്ഡിതനാണ്, സ്വാലിഹാണ്. അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ അതൊരു വിങ്ങലായിട്ടുണ്ട്. ഇത് പിശാച്, ശൈത്വാൻ മുതലെടുത്തു. ശൈത്വാൻ അവരുടെ ദുർബല മനസ്കരായ ആളുകളുടെ അരികിലേക്ക് ചെല്ലുകയും, ഇയാൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാലും നിങ്ങളൊക്കെ മറന്നുപോയില്ലേ, കുറച്ചു കാലം കഴിഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അയാളുടെ ചിത്രമുണ്ടാക്കി വെക്കണം, പ്രതിമയും രൂപങ്ങളും ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് അറിയട്ടെ, വരും തലമുറ മനസ്സിലാക്കട്ടെ. അന്നേരം അത്രേ ശൈത്താൻ വഹി കൊടുത്തുള്ളൂ. ആ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടുകാരിലെ ദുർബല മനസ്കരായ ആളുകൾ രൂപം വരയ്ക്കാനും ശില്പമുണ്ടാക്കാനും തുടങ്ങി. വദ്ദിന്റെ അടുത്ത തലമുറയോട് ശൈത്താൻ പറയുന്നത് മറ്റൊന്നാണ്. ഇബ്ലീസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എത്രയോ ബാപ്പമാര് മരിച്ചുപോയി, എത്രയോ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി. എന്തേ നിങ്ങളുടെ നാട്ടിലുടനീളം വദ്ദിന്റെ മാത്രം ചിത്രങ്ങളും പ്രതിമകളും? വദ് സാധാരണക്കാരനല്ല, വദ് യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ അരികിലേക്ക് യാത്ര പോയതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾ പാപികളാണല്ലോ, നിങ്ങൾക്കാണെങ്കിൽ അള്ളാഹുവിലേക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിങ്ങളുടെ പിതാമഹനായ വദ്ദിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയുക. വദ് അള്ളാഹുവിനോട് പറയും, ശഫാഅത്ത് ചെയ്യും. ഇതാണ് വിഗ്രഹാരാധനയുടെ ആധാരം. മഹാന്മാർ അള്ളാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആനിൽ ആലിഹത്ത് എന്നതിന് പകരമായി ശുഫാ എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. മുശ്രിക്കുകൾ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകുമ്പോൾ അവരുടെ വിശ്വാസം ഞങ്ങളുടെ ഇലാഹുകളൊക്കെ ഞങ്ങൾക്ക് തുണയായി ഇവിടെ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ആരുമില്ല. നഫ്സി നഫ്സി നഫ്സിയ. പരലോകത്തെത്തുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണ്. ഒരു മുരീദിന്റെ കൂടെയും ശൈഖിനെ കാണാനില്ല, ഒരു ആരാധകന്റെ കൂടെയും ആരാധ്യനെ കാണാനില്ല. എല്ലാവരും അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞ് വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയം. ആ സമയത്ത് അള്ളാഹു അവരോട് കളിയാക്കി പറയുന്നുണ്ട്, വമാ നറാ ശുഫാഅക്കും, നിങ്ങളുടെ ഇലാഹുകളെ ഞാൻ കാണുന്നില്ലല്ലോ. വാക്കുപയോഗിച്ച് എന്താണ്? ശുഫാ. അപ്പൊ ശഫീഉമാർ ശഫാഅത്ത് ചെയ്യും. വിചാരങ്ങളായ ജാറങ്ങൾ മുഴുവൻ നമ്മുടെ ഉമ്മത്ത് തണ്ടി നിരങ്ങുന്നത് എന്തിനാ? നമ്മുടെ പുരോഹിതന്മാർ ആളുകളെ ജാറങ്ങളിലൂടെ കൊണ്ട് നടത്തുന്നത് എന്തിനാ? ആ ജാറങ്ങളിലുള്ളവർ റബ്ബിന്റെ അരികിലേക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന പിഴച്ച വിശ്വാസം. ഇങ്ങനെ ഒരു വിശ്വാസം ആദ്യമായി കൊണ്ടുവന്നത് ശിയകളാണ്. അത് സുന്നിയുടെ വിശ്വാസമല്ല, അത് ഷിയയുടെ വിശ്വാസമാണ്. നമ്മുടെ നാട്ടിലെ ഷിയാക്കളാണ് തങ്ങളെ സുന്നികളെന്നും അഹ്ലുസുന്ന എന്നും പരിചയപ്പെടുത്തുന്നത് എന്നും നാം മനസ്സിലാക്കിക്കൊള്ളുക. ഷിയാക്കളുടെ എല്ലാ വിശ്വാസവും അങ്ങനെ തന്നെ വെച്ചു പുലർത്തുന്നവരാണ് ഇവിടുത്തെ സുന്നികൾ എന്നറിയപ്പെടുന്നവർ എന്ന് പറയാൻ നിവൃത്തിയില്ല. ശരിയാണ്. പക്ഷേ വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന വിശ്വാസങ്ങളെല്ലാം അഹ്ലു ഷിയത്തിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് കാണാൻ സാധിക്കും.
ഇനി സുവായിന്റെയും യഗൂസിന്റെയും നസറിന്റെയും ഒക്കെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത്. വദ്ദിൽ സംഭവിച്ചത് മറ്റൊരു നാട്ടിൽ സുവായിൽ സംഭവിച്ചു. അയാൾ മരണപ്പെട്ടു. ഓർത്തുവെക്കാൻ ചിത്രങ്ങൾ ഉണ്ടാക്കി. അടുത്ത തലമുറ അവരെ ആരാധിക്കാൻ തുടങ്ങി, ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ. കാലങ്ങൾ കഴിഞ്ഞു. ആ കപ്പൽ, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ആ പർവ്വത തീരത്ത് ജൂദി പർവ്വതത്തിൽ അണയുന്ന സമയത്ത് ആ കപ്പലിൽ നിന്ന് ഇറങ്ങി വന്നത് മുഴുവൻ മുവഹിദുകളാണ്, അല്ലേ? മുശ്രിക്കുകളൊക്കെ മരിച്ചുപോയി. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ആദ്യ ജനത ഒരു തൂഫാനിൽ ഒരാൾ പോലും ബാക്കിയാകാതെ നശിച്ചുപോയി. പിന്നെ ഇവിടെ അങ്ങനെ വീണ്ടും വിഗ്രഹാരാധന വന്നു. വീണ്ടും അങ്ങനെ ഖബർ പൂജയും ജാറ പൂജയും വന്നു. ചരിത്രം ആവർത്തിച്ചു. പിൽക്കാലങ്ങളിലെ ചില മഹാന്മാർ വീണ്ടും പൂജിക്കപ്പെട്ടു. വദ്ദും സുവാവും തന്നെയും പൂജിക്കപ്പെട്ടു. ശൈഖുമാർ പൂജിക്കപ്പെട്ടു. അങ്ങനെ പിൽക്കാലത്ത് പല ആളുകളെയും പൂജിച്ചിട്ടാണ് ഈ ലോകത്ത് വിവിധ മതങ്ങൾ ഉണ്ടായത്. ആ മതങ്ങൾക്കൊക്കെ വിവിധ ആരാധ്യന്മാരും വിഗ്രഹങ്ങളും ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും. ചരിത്രം ആവർത്തിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദർശമാണ് മക്ക രാജ്യത്തുണ്ടായിരുന്നത്. മില്ലത്തു ഇബ്രാഹിം എന്നതറിയപ്പെട്ടു. ഹനീഫിയത്ത് എന്നാണ് അതിന്റെ പേര്. നേരായ വിശ്വാസം, നേരായ വിശ്വാസം, ഹനീഫിയത്ത്. അതാണ് മക്കയിൽ ഉണ്ടായിരുന്ന ആദർശം. ആ ഹനീഫിയത്ത് ഒരുപാട് കാലം മക്കയിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലൂടെ നിലനിന്നിട്ടുണ്ട്. എന്നാണ് മക്ക രാജ്യത്ത് ആദ്യമായി വിഗ്രഹാരാധന വന്നത് എന്നറിയാമോ? മക്ക രാജ്യത്ത് ആരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. കാരണം അവരുടെ ദീൻ ഇബ്രാഹിമി മില്ലത്താണ്. ഇബ്രാഹിമി മില്ലത്തിൽ വിഗ്രഹാരാധനയില്ല എന്ന് എടുത്തു പറയേണ്ടതില്ല. വിഗ്രഹഭഞ്ജകനായി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിപ്പിച്ച ആദർശം ഇസ്മായിൽ നബിയിലൂടെ മക്ക രാജ്യത്തുടനീളമുണ്ട്, അറേബ്യൻ നാടിലുടനീളമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഹജ്ജിനു വേണ്ടി അവിടെ ആര് കടന്നു വരുന്നത്? ഹുസാ ഗോത്രക്കാരനും പരദേശിയുമായ അംറു ഇബ്നു ലുഹയ്യ എന്ന ഒരു തെമ്മാടി കടന്നു വരും. കാഫറായ പുരോഹിതൻ, പൂജാരി. അയാൾ മക്ക രാജ്യത്ത് കാലുകുത്തി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വലിയൊരു മഹാൻ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ പേര് ചരിത്രം വ്യക്തമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നത് ലാത്ത് എന്നാണ്. നമുക്കറിയാം, ലാത്തിനെ വിളിക്കുന്നവർ യാ ലാത്ത്, യാ ഇലാഹ് എന്ന് വിളിച്ചവരെ കൊണ്ട് യാ ലാത്ത് എന്ന് വിളിപ്പിച്ചു. രണ്ടിലും ലാമുണ്ട്. അപ്പൊ സാധാരണക്കാരും പാമരന്മാർക്കും വലിയ വ്യത്യാസം തോന്നിയില്ല. ഈ ലാത്ത് എന്ന് വിളിപ്പിച്ചത് ഈ അംറു ഇബ്നു ലുഹയ്യാണ്. എങ്ങനെ? അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വദ്ദിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അതീവ ദുഃഖമുള്ള സഹചാരികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തക്കാരുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ഹജ്ജിന് വരുന്നവർക്കൊക്കെ അദ്ദേഹം പ്രത്യേകമായ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കും. അദ്ദേഹത്തിന് ലാത്തി എന്ന് പേര് കിട്ടാനുള്ള കാരണം അല്ലദി യലുത്തു സബീഖ്, അദ്ദേഹം പായസം വീഴ്ത്തുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പായസത്തിന് ഒരു പ്രത്യേകത ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കുന്ന പായസം കുടിച്ചാൽ അത് പിന്നെ വിശപ്പുണ്ടാവില്ല പലർക്കും. അള്ളാഹു അതിലൊരു കറാമത്ത് നൽകിയിരുന്നു എന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ലാത്തി എന്ന മഹാൻ അന്യനാട്ടിലും പ്രസിദ്ധനാണ്. ആ വ്യക്തി മരണപ്പെടുന്നത് ഈ ഹുസാ ഗോത്രക്കാരനായ അംർ ഹജ്ജിന് വന്ന സമയത്താണ്. ലാത്ത് മരിച്ചു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ലാത്ത് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിങ്കൽ ചെന്ന് ഭജനമിരുന്നു. ഭജനമിരുന്നിട്ട് വയഖൂൽ, അയാൾ പറയുകയാണ്, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു, റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ ഹുസാ ഗോത്രക്കാരനായ അംർ ഇബ്നു ലുഹയ്യ പറഞ്ഞു, ഇന്നഹു ലം യമുത്, അദ്ദേഹം മരിച്ചിട്ടില്ല. മഹാന്മാരുടെ ജീവിതവും മരണവും സമമാണ് എന്ന തിയറി ആദ്യമായി അവതരിപ്പിച്ചത് മുശ്രിക്കായ കാഫറായ അംർ ഇബ്നു ലുഹയ്യാണ്. അത് അമ്പിയാക്കൾ പഠിപ്പിച്ചതല്ല. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്നത് എന്താ? മഹാന്മാര് മരിച്ചാലും ജീവിച്ചാലും സമമാണ്. ഖുർആൻ പറഞ്ഞ എന്താ? വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമല്ല എന്നാ ഖുർആൻ പറയുന്നത്. ഏതുപോലെ? തണലും ചൂടും സമമാകാത്തതുപോലെ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാകാത്തതുപോലെ ഖുർആൻ കൃത്യമായി ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമല്ല എന്ന് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ അംർ ഇബ്നു ലുഹയ്യ പറഞ്ഞു, ഇന്നഹു ലം യമുത്, അയാൾ മരിച്ചിട്ടില്ല. കുറെ ദുർബല മനസ്കരായ ആളുകൾ അയാളുടെ വലയിൽ വീണു. ആദ്യം അതിർത്തിയിലുള്ളവരും അന്യപ്രദേശത്തുകാരും കൂടി, പിന്നെ ആ നാട്ടിലുള്ളവരും വന്നു. അങ്ങനെയാണ് ലോകത്താദ്യമായി ലാത്തയുടെ പേരിൽ ഒരൊട്ടകത്തെ ഒഴിഞ്ഞിടാൻ വേണ്ടി അയാൾ അനുയായികളോട് പറഞ്ഞു. ഒട്ടകത്തെ നേർച്ചയാക്കും, ഉള്ളാളത്തെ കാടൻ നേർച്ചയാക്കൂലെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യസാധ്യത്തിനും രോഗം മാറാനും കല്യാണം നടക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ലാത്തിന്റെ പേരിലേക്ക് ഒട്ടകത്തെ ഒഴിഞ്ഞിടണം. അദ്ദേഹത്തെ പറ്റി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഹുവല്ലദീ അവ്വലു മൻ സയ്യബ സവായിബ്, ആദ്യമായി ഒഴിഞ്ഞിടുന്ന ഒട്ടകങ്ങളെ നിശ്ചയിച്ചത് ഈ അംർ ഇബ്നു ലുഹയ്യാണ്. ഹുവല്ലദീ അവ്വലു മൻ സയ്യബ സവായിബ്, സായിബത്ത് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നേർച്ചയിടുന്ന ഒട്ടകം, അതിനുവേണ്ടി നേർച്ചയാക്കിയ ഒട്ടകം. ഈ പരിപാടി തുടങ്ങിയത് അംർ ഇബ്നു, അന്ന് മുതൽക്കാണ് മക്ക രാജ്യത്തെ വിഗ്രഹങ്ങൾ. പിന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൽ നിന്ന് എടുത്തു മാറ്റിയത് 300-ലേറെ വിഗ്രഹങ്ങളാണ്.
അതിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹവുമുണ്ട്. അതും ശിർക്ക് ചെയ്യുന്ന ഇബ്രാഹിം നബി, നഊദു ബില്ലാ. പ്രശ്നക്കോലുകളുമായി നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ വിഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ടാണ് കഅബാലയത്തിൽ നിന്ന് മക്കം ഫത്ഹിന്റെ സമയത്ത് പുറത്തേക്ക് എറിഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ വിഗ്രഹാരാധനക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. എന്താണ്? മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടൽ. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബിദായ വന്നിഹായയിൽ വാസുലു ഇബാദത്തിൽ അസ്നാം, വിഗ്രഹാരാധനയുടെ ആധാരം എന്ന് പറയുന്നത് മിനൽ മുഗാലാത്തി ഫിൽ ഖുബൂരി വഅസ്ഹാബിഹാ, ഖബറുകളുടെ കാര്യത്തിലും ഖബറാളികളുടെ കാര്യത്തിലും അതിരുവിടലാണ്. വഖദ് അമറ നബിയും, അതുകൊണ്ട് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ബിതസ്ബിയത്തിൽ ഖുബൂർ, ഖബർ തട്ടി നിരപ്പാക്കാൻ, ഖബർ കെട്ടിപ്പൊക്കരുത്, ജാറമുണ്ടാക്കരുത്. വതമസിഹാ, അത് തുടച്ചു മാറ്റാനും. വൽ മുഗാലാത്തു ഫിൽ ബശരി ഹറാം, ആളുകളുടെ കാര്യത്തിൽ അതിരുവിടുന്നത് അത് ഹറാമാണ്. വ്യക്തികളുടെ കാര്യത്തിൽ അതിരുവിട്ടിട്ടാണ് എന്ത് ചെയ്തത്? ലോകത്ത് വിഗ്രഹാരാധന ഉണ്ടായത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അതേ സംഗതി സംഭവിച്ചു. അതായത് നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യാനിസം ഉണ്ടായത് എങ്ങനെയാണ്? ശൗൽ എന്ന് പറയുന്ന ഒരു യഹൂദി, ഈസാ അലൈഹി ഇസ്ലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം അയാൾ വന്ന് മാനസാന്തരമുണ്ടായി എന്ന് പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനികൾക്കിടയിലേക്ക്, പരീശന്മാർക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഈസാ നബിയുടെ അനുയായി ആയിരിക്കുന്നു, അതായത് മുസ്ലിം ആയിരിക്കുന്നു. അന്നത്തെ അർത്ഥം, അന്ന് ക്രിസ്ത്യാനി ഇല്ലല്ലോ. അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതുവരെ ഈസാ നബിയെ തള്ളിപ്പറഞ്ഞ ആളാണ്, കൊല്ലാൻ വേണ്ടി നടന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് ബോധോദയമുണ്ടായി, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് കഥകളുമായി നാട്ടിലൂടെ അദ്ദേഹം ഊരു ചുറ്റി. ഒരു സംഘം അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ഇസ്ലാമിന്റെ വേഷമിട്ട യഹൂദികളാണ്, മുനാഫിക്കുകളാണ്. ഉള്ളിൽ യഹൂദിയാണ്, പുറത്ത് ഇസ്ലാമാണ്. എന്നിട്ട് അവർ അവരുടെ കഥകൾ ഇസ്ലാമിന്റേതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാർ വേണമെന്ന് ശൗല് പറഞ്ഞു. അങ്ങനെയാണ് മധ്യസ്ഥന്മാർ ക്രിസ്ത്യാനികൾക്കുണ്ടായത്. അവസാനം ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിച്ചു. ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ആദ്യം വാദിച്ചത് ഈ ശൗലാണ്. ഈ ശൗലിനെയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പൂജിക്കുന്ന ഒരു ദൈവമാണ്. സെന്റ് പോൾ എന്നാ പേരിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ശൗൽ എന്ന യഹൂദി മുസ്ലിമിന്റെ കുപ്പായമിട്ട് ഇസ്ലാമിനെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മറ്റൊരു മതമാക്കി പരിവർത്തിപ്പിച്ചതുപോലെ അതേ യഹൂദികളെക്കാലത്തും തുടർന്ന കുതന്ത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തുടർന്നു. അബ്ദുല്ലാഹി ഇബ്നു സബ, ഹീറയിലെ ആ വ്യക്തി, അദ്ദേഹം മിസ്ർ വരെയും എത്തി. അങ്ങനെ സ്വഹാബികൾ നേരിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം വരികയില്ല. പക്ഷേ അലി റളിയല്ലാഹുവിന്റെ പട്ടാളക്കാർ അവസാനം അദ്ദേഹത്തെ പിടികൂടി. അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് കഥകൾ പറഞ്ഞും ആ കഥകളിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാർ വേണമെന്ന തത്വം ആദ്യമായി ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നത് യഹൂദിയായ അബ്ദുല്ലാഹി ഇബ്നു സബ ആണ്. ആധുനികരായ ചില ശിയാക്കൾ ഇബ്നു സബ കെട്ടുകഥയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബുഖാരിയുടെ സ്ഥാനത്ത് അവർ കണക്കാക്കുന്ന കാഫി എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം രചിച്ച കുലൈനി, അയാളുടെ അതേ നൂറ്റാണ്ടിൽ ജീവിച്ച നൗബഖത്തി, മാമക്കാനി തുടങ്ങിയ ഷിയാ ഉലമാക്കളും കുലൈനിയും അടക്കം ഇയാളുടെ അസ്തിത്വം അംഗീകരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സബ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആധുനികരായി ചിലർ നിഷേധിക്കാറുണ്ടെങ്കിലും ഈ ഇബ്നു സബ ഇസ്ലാമിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ആദ്യം അഹ്ലു ബൈത്തിനോടുള്ള പ്രേമം പഠിപ്പിച്ചു. അലിയാണ് സ്നേഹിക്കേണ്ടത്, അബൂബക്കറിനേക്കാൾ മുകൾ അലിയാണ്. ഈ ഒരു ദഅവത്തുമായി ആദ്യം ഇറങ്ങി. എല്ലാ നബിമാർക്കും ഒരു വസിയുണ്ടാകും, അത് നബിയാണ് വസിയത്ത് ചെയ്യുക. മുഹമ്മദ് നബി വസിയത്ത് ചെയ്തിട്ടുള്ളത് തനിക്ക് ശേഷം അലി ഖലീഫയാകണം എന്നാണ്, അലി ഇമാമാകണം എന്നാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ വസിയാണ്, വസിയു റസൂലാണ് അലി റളിയല്ലാഹു അൻഹു. ഇതാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് മുദ്രാവാക്യങ്ങൾ. ഒന്ന്, അലി റളിയല്ലാഹു അൻഹു ഒന്നാമനാണ്. രണ്ട്, അലി റളിയല്ലാഹു അൻഹു നബിയുടെ വസിയാണ്. ഇങ്ങനെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം. ഇവിടെ എല്ലാവരും അഹ്ലു ബൈത്തിനെ വെറുക്കുന്നു, തള്ളിപ്പറയുന്നു, അലിയെയും കുടുംബത്തെയും മാറ്റി നിർത്തുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടാക്കി അങ്ങനെയാണ് ഷിയായിസത്തിന് തുടക്കം കുറിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അയാൾ തുടങ്ങിവെച്ചതും പിന്നീട് അതിനെ വളർത്തിക്കൊണ്ടുവന്ന പുരോഹിതന്മാർ ഷിയായിസത്തിലേക്ക് കടത്തിക്കൂട്ടിയതുമായ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് അപകടകരമായ വാദങ്ങളും വിശ്വാസങ്ങളും അവർക്കുണ്ട്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ സിഫത്തുകൾ അലിക്കും അലി കുടുംബത്തിനും വകവെച്ചു കൊടുത്തും അവർക്ക് ഗൈബറിയാം തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഈ പിഴച്ച വിശ്വാസങ്ങൾ ഓരോന്നായി നമ്മൾ എണ്ണി മനസ്സിലാക്കണം. അപ്പോഴാണ് ഷിയാക്കൾ എത്രമാത്രം പിഴച്ച കാഫിറുകളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും അറിവും തൗഹീദും കാരണമായി ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.
ഷിയാക്കളും സുന്നികളും തമ്മിൽ വേർപിരിയുന്ന ഒന്നാമത്തെ വിഷയം തൗഹീദിന്റെ ആധാരം രാഷ്ട്രീയമാണ്, ഇമാമത്താണ് എന്ന് പരിചയപ്പെടുത്തി. ഭരണം എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹ് ആർക്കാണോ ഭരണം കൊടുക്കുന്നത് അവർ ഭരിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഭരണമാണ് ലോകത്ത് വേണ്ടത്. അത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലേ ഇസ്ലാമിക ഭരണമുണ്ട്. ചുമരില്ലാതെ ചിത്രമില്ലല്ലോ. മുസ്ലിങ്ങളില്ലാതെ എങ്ങനെ ഇസ്ലാമിക ഭരണം നടത്തും? അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ മുസ്ലിങ്ങളെ ഉണ്ടാക്കുന്ന പണിയാണ് എടുത്തത്. അതല്ലാതെ രാഷ്ട്രഭരണം പിടിച്ചെടുത്ത് അട്ടിമറി നടത്തിയത് ഇസ്ലാം എന്തെങ്കിലും ആകട്ടെ അങ്ങനെയുമായിക്കോളൂ ഇങ്ങനെയുമായിക്കോളൂ എന്ന അഴകുഴമ്പൻ നിലപാട് ഒരിക്കലും ആർക്കില്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ തൗഹീദിന്റെ ഭാഗമാണ് ഒരു രാജ്യത്തെ ഭരണാധികാരി മുസ്ലിം ആയിരിക്കുക എന്ന് വരുമ്പോൾ ഇസ്ലാമിക ഭരണാധികാരി ഇല്ലാത്ത രാജ്യത്ത് ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ജീവിച്ചാൽ അവൻ മുശ്രിക്കാണ് എന്ന് വരും. ഈ വാദമുന്നയിച്ച അങ്ങേയറ്റം പിഴച്ച ഒരു പണ്ഡിതനായി അറിയപ്പെട്ട ആളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന അബുൽ ആല എന്നറിയപ്പെടുന്ന മൗദൂദി. ഇഖ്വാൻ മുസ്ലിമിന്റെ ആളുകളും ഇതേ വാദം കൊണ്ടുവന്നു. രണ്ടു കൂട്ടർക്കും ഈ വാദം കിട്ടിയത് ഷിയാക്കളിൽ നിന്നാണ്. ഷിയാക്കൾ തൗഹീദിന്റെ ആധാരമായി ഇമാമത്തിനെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഈ ചർച്ച തുടങ്ങുന്നത് നബിയും ഇമാമും തമ്മിൽ വ്യത്യാസമില്ല. നബി ഉള്ള കാലത്ത് നബിയാണ് ലോകം ഭരിക്കേണ്ടത് എങ്കിൽ പിന്നീട് ഇമാമുകളാണ് ഭരിക്കേണ്ടത്. ഷീ നേതാവായ ഇമാം മജ്ലസി പറഞ്ഞു, ഇന്ന ഇസ്തിംബാത്തൽ ഫർഖി ബൈന നബിയ്യി വൽ ഇമാമി മിൻ തിൽക്കൽ അഖ്ബാരി ലാ യഖ്ലൂ മിൻ ഇഷ്കാൽ. അതായത് നബിയും ഇമാമും തമ്മിലുള്ള തർക്കം, അത് ഒരു തമ്മിലുള്ള വ്യത്യാസം ഒരു തർക്കത്തിനും ഒരു സംശയത്തിനും പഴുതില്ലാത്തതാണ്. വലാ നഅരിഫു ജിഹതൻ ലിഅദമി ഇത്തിസാഫിഹിം ബിന്നുബുവത്തി ഇല്ലാ റിആയത്തു ഖാതമൽ അംബിയ. ആകെ ഒരൊറ്റ വ്യത്യാസമേ നബിയും ഇമാമും തമ്മിലുള്ളൂ. നബി ഇനി വരൂല. നബി അവസാനിച്ചു, നബിത്വം അവസാനിച്ചു മുഹമ്മദ് നബിയോട്. ഇമാമത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇതല്ലാതെ ഈ രണ്ടാളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നബി തന്നെയാണ് ഇമാം എന്നാണ് അവർ പറയുന്നത്. വലാ യസ്ലു ഖൂലുനാ ഫർഖും ബൈന നുബുവത്തി വൽ ഇമാമ. നുബുവത്തിനും ഇമാമത്തിനും ഇടയിൽ ഒരു വ്യത്യാസമുള്ള കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അദ്ദേഹം മജ്ലസി എഴുതി ബിഹാറുൽ അൻവാറിൽ. ഇത് ഉസൂൽ കാഫിയിൽ കുലൈനിയും എഴുതിയിട്ടുണ്ട്. ഖുമൈനി പറയുകയാണ്, ഇത് ഖുമൈനി എന്ന് പറയുന്ന പച്ചക്കാഫറിന്റെ കിതാബാണ് അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ. ഈ പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ അയാൾ പറയുന്നത് വഇന്ന മിൻ ലറൂരിയാത്തി മദ്ഹബിന, ഷീഈ മദ്ഹബിന്റെ അടിസ്ഥാന നിർബന്ധമായ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് അന്നലി അയിമ്മത്തിനാ മഖാമം മഹ്മൂദ. സ്തുത്യർഹമായ പദവി നമ്മുടെ എല്ലാ ഇമാമുകൾക്കുമുണ്ട്. നമുക്കറിയാം മഖാം മഹ്മൂദ് ആർക്കുള്ളതാണ്? മുഹമ്മദ് നബിക്കുള്ളതാണ്. ഓരോ ബാങ്ക് കഴിഞ്ഞാലും ആത്തി മുഹമ്മദ് നമ്മൾ അല്ലെ എന്താ പറയാ, നമ്മൾ പ്രാർത്ഥിക്കും മഖാം മഹ്മൂദ് മുഹമ്മദ് നബിക്ക് കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവർ പറയുന്നു എല്ലാ ഇമാമുകൾക്കും മഖാം മഹ്മൂദ് ഉണ്ട്. എന്നിട്ട് പറയുന്നത് കേൾക്കണം, ലാ യബ്ലുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച മുഖറബായ ഒരു മലക്കോ അള്ളാഹു നിയോഗിച്ച ഒരു റസൂലോ എത്താത്തത്രയും ഉയർന്ന സ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നബിയുടെ സ്ഥാനം ഇമാമിന്റെ സ്ഥാനത്തിന് താഴെയാണ് എന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ കാണാം. അതുകൊണ്ടാണ് ഖുമൈനി കാഫറാണ് എന്നും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ വ്യക്തമായി പറഞ്ഞത്. പിന്നെ അയാൾ ഒരു ഇസ്ലാമിക നേതാവായിട്ടോ യഹൂദിയുടെ എതിരാളിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ അഭിനയിക്കുന്നത് കൊണ്ടോ കൊണ്ടു നടക്കേണ്ട ഒരു ബാധ്യതയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതേ പുസ്തകത്തിലെ ആൾ വ്യക്തമായി പഠിപ്പിച്ച കാര്യം നമ്മുടെ മദ്ഹബിന്റെ അടിസ്ഥാന വിശ്വാസമാണ് അത് എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇമാമത്ത് എന്ന വിശ്വാസം അത് തൗഹീദിലേക്ക് കൂട്ടിച്ചേർ. തൗഹീദ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിലെ ഏകത്വം, ഉലൂഹിയത്തിലെ ഏകത്വം, അസ്മാഉ സിഫാത്തിലെ ഏകത്വം. ഇതിന് പുറമെ ഇമാമത്തിലെ ഏകത്വം എന്ന ഒരു 4-ാം പത്തി അതിലേക്ക് കൊണ്ടുവന്നത് അഹ്ലുസുന്നയുടെ ഇമാമുകളൊന്നും തൗഹീദിനെ വിഭജിക്കാത്ത രീതിയിൽ ആദ്യമായി തൗഹീദിനൊരു രാഷ്ട്രീയ വിഭജനം നൽകിയത് ഷിയാക്കളാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ 1-ാമത്തെ വ്യതിയാനം അതാണ്. ഇനി അവരുടെ വിശ്വാസങ്ങൾ അഖീദ നമുക്ക് പരിശോധിക്കണം. അതിനുശേഷം നമുക്ക് അവരുടെ ഇബാദത്തുകളും ഇൻഷാ അല്ലാഹ് സമയാനുസൃതം പരിശോധിക്കാവുന്നതാണ്. വ്യതിയാനത്തിന്റെ എല്ലാ കക്ഷികളിൽ നിന്നും ശരിയായ അറിവും തെളിവും മനസ്സിലാക്കുക വഴി രക്ഷപ്പെടാനും ശുദ്ധമായ പവിത്രമായ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ കലർപ്പില്ലാത്ത തൗഹീദിന്റെ വിശ്വാസം സ്വീകരിക്കാനും അവൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുമ്മ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل على محمد وعلى آل محمد.